ഹലോ ഗൈസ്, ഇന്ന് തോരനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അഗസ്ത്യ പോവാണ്. നമുക്കിന്ന് തോരൻ വെക്കാം. ബാ നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഇതിനകത്തുള്ളതായി ഈ സാധനം പേരെന്ന് പറഞ്ഞൂടാ, അത് കളയണം. നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത് ഒരു ചെറിയൊരു സവാള, കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില. വറ്റൽമുളകാണ് കുറച്ചുകൂടെ നല്ലത്. ഇവിടെ വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു പച്ചമുളക് എടുത്തത്. അപ്പം നമുക്ക് റെഡിയാക്കാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് കടുവറ നന്നായിട്ട് കടുവറ. സവാള ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ച തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിരുന്ന അത് ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇതിന്റെ ആ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് ഇനി ഇതിലോട്ട് ഈ പൂവിട്ട് പൂജിക്കണം. അല്ല പൂവിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് മിണ്ടാപ്പാട്ടായിട്ട് അഗസ്ത്യ തോരൻ റെഡി. ഇതിനകത്ത് സാധാരണ മുട്ട ചിക്കി വറക്കും. അത് മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ടേസ്റ്റോടെ കഴിക്കും. മുട്ടയില്ലാത്തവരും ഇങ്ങനെ വെക്കും. ഇത് നമുക്ക് നല്ല ഗുണമുള്ളൊരു സാധനമാണ്. കാരണം വായ്പുണ്ണ്, കുടൽപുണ്ണ്, ഉദര സംബന്ധമായ അസുഖങ്ങള്, പിന്നെ അൾസർ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരു മരുന്ന് പോലെയാണിത്. സൂപ്പർ സാധനമാണ്. ഉള്ളതൊക്കെ തന്നെ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളതും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ചേട്ടൻ്റെ കുഴപ്പമുണ്ട് മാറിയത് എങ്ങനെ ഇതുപോലത്തെ വെച്ച് തന്നിട്ട് തന്നെ